ഇത് തൊടുപുഴ മൂന്നാർ റോഡാണ്. ഞാൻ വെറുതെ തൊടുപുഴയ്ക്ക് പോയപ്പം വെറുതെ ഒന്ന് വീഡിയോ എടുത്താട്ടോ. ഇത് വളരെ ചെറിയ റോഡാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി വളവുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ വഴിക്ക്. ഈ വഴി അങ്ങനെ പൈങ്ങോട്ടൂർ വരെ ഇതുപോലെ വീതി കുറഞ്ഞ റോഡാണ്. ഞാനിപ്പോൾ പാറാന്ന് പറഞ്ഞ ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കുമാരമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിൻ്റെ ഇപ്പുറം ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അത് മില്ലുംപടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പാണ് ഇനി അടുത്തത്. ഇവിടുന്ന് വെങ്ങല്ലൂർ കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിൽ എന്തോ വലിയ വണ്ടി വല്ലതും വന്നു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ കൊണ്ട് അങ്ങ് പോകും കിലോമീറ്ററോളം. നമ്മളതിൻ്റെ പുറകെ പിടിച്ച് വേണം പോകാൻ. വലിയ ലോറിയോ ബസ്സൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട. ബസ്സൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും നിർത്തുമ്പോൾ കയറാമെന്ന് വെച്ചാലും എതിരെ വണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇവിടെ. ലോറിയാണെങ്കിൽ പറയണ്ട, നമ്മൾ പൊടിയടിച്ച് ബൈക്കിനാണെങ്കിൽ പൊടിയടിച്ച് പുറകെ പോകേണ്ടി വരും. പിന്നെ അങ്ങ് കുമാരമംഗലം കഴിഞ്ഞ് കുറച്ച് സ്ഥലമുണ്ട് കനാലിൻ്റെ അവിടെയൊക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഊടുപാട് വളവും വഴിക്കും വീതി കുറവ്, വലിയ പാടാണ് ഇതിലുള്ള പോക്ക്. വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഈ റോഡൊക്കെ വളവ് നിവൃത്തൊക്കെ പുതിയ പ്രൊജക്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇനി എന്നാവുമെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ഈ വളവ് കഴിയുമ്പോൾ ഒരു കടയുണ്ട്. അതാ കറക്റ്റ് വളവിലാണ് കട. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അവിടെ സകല വണ്ടിയും നേരത്തേക്കിടെ അതിൻ്റെ ഷെയ്ഡിലൊക്കെ വണ്ടിയൊക്കെ തട്ടി പാടൊക്കെ ഉണ്ട്. ഷെയ്ഡ് റോഡിലേക്കാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ കുമാരമംഗലം ജംഗ്ഷനിലെത്തി കേട്ടോ. ഈ കുമാരമംഗലം ജംഗ്ഷനിൽ തന്നെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഒത്തിരി സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്കൂളാണ്. ദിലീപിൻ്റെ പടം, മമ്മൂട്ടിയുടെ പടം, അങ്ങനെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത പടം കേട്ടോ. അതിൻ്റെ മതിലാണ് ഈ കാണുന്നത് ഈ അടുത്ത സൈഡിൽ. ഇവിടെയാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത്, വില്ലേജ്, അക്ഷയ സെൻറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഇവിടെ കുമാരമംഗലത്ത് വേണം നമുക്ക് വരാൻ. ഇനി അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉരിയരിക്കുന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. അതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു കനാലുണ്ട്. കനാലിൻ്റെ അവിടെയാണ് നമുക്ക് കുറച്ച് വീതിയുള്ള വഴി എന്ന് പറയാൻ പറ്റുന്നത്. അവിടെയാണ് വണ്ടിക്ക് സൈഡ് കൊടുക്കാനും നമുക്ക് കയറിപ്പോകാനൊക്കെ ഉള്ള സൗകര്യമുള്ളത്. ഇത് കഴിഞ്ഞ് പൈങ്ങോട്ടൂർ വരെ ഇതേ വഴി കേട്ടോ. ഇങ്ങനെ വീതി കുറഞ്ഞ വഴികൾ തന്നെയാണ്. വലിയ വണ്ടിയായിട്ട് പോകാനാണ് പാട്. ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ കയറിപ്പോകാം കേട്ടോ. ഈ വളവ് തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പം ഇതൊരു കനാലാണ്. കനാലിൻ്റെ മുകളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത സൈഡിൽ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് കേട്ടോ. ഇതിലെ പോകുന്നവർക്ക് അത് ഉപയോഗിക്കുന്നതാണ്. ഇത് കഴിഞ്ഞുള്ള ജംഗ്ഷൻ ഉരിയരിക്കുന്ന പറഞ്ഞ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ വലിയൊരു വളവാണ്. ഈ വളവിൽ കറക്റ്റ് നമ്മൾ പോകുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ മതിയായ കുഴിയാണ് റോഡിൽ. അന്നേരം മിക്ക വണ്ടി ഇവിടെ വരുമ്പോഴത്തേന് റോങ് സൈഡ് കയറിയേ വരും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടില്ല വണ്ടി റോങ് സൈഡ് കയറി പോകത്തുള്ളൂ. അതുകൊണ്ട് ഈ കുഴിക്കകത്ത് ചാടിയ പാടുക. ആ മോളിൽ നിന്ന് വരുന്ന വണ്ടിയാണ് നല്ല സ്പീഡിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇതൊത്തിരി നാളായി കേട്ടോ അങ്ങനെ പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങി. ഇതുവരെ ശരിയായി കിട്ടി. ഇതിൻ്റെ ഇട സൈഡിലൊരു ആശുപത്രിയൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ, ഹോമിയോ ആശുപത്രി. ഈ ഇറങ്ങി ചെല്ലുന്നിടത്താണ് തൈമറ്റം എന്ന് പറഞ്ഞ ജംഗ്ഷൻ. അവിടെ 2-3 കടകളൊക്കെ മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഈ വളവ് തിരിഞ്ഞങ്ങോട്ട് ചെല്ലുന്നതാണ് തൈമറ്റം. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നാപ്പുഴയ്ക്ക് വന്ന വഴി കേട്ടോ. ഇത് ലെഫ്റ്റിലേക്ക് പോകുന്നത്. ഇനി നേരെയുള്ള ജംഗ്ഷൻ പെരുമാങ്ങണ്ടാണ്. അതിൻ്റെ തൊട്ടിപ്പുറം ഒരു പുതിയ പമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഡീസലടിക്കുന്നൊരു പമ്പാണ് ഇത്. ഈ വളവ് കഴിയുമ്പോൾ തന്നെ ഒരു വീടുണ്ട് കേട്ടോ. മറ്റേ 2018 പറഞ്ഞ സിനിമയിൽ ഇവിടെ എന്നെ ഇരുട്ടല്ലേ, നല്ല തണലായി ഈ ഭാഗത്തൊക്കെ. ഈ ഭാഗത്ത് വരുമ്പോൾ ഭയങ്കര തണലാണ്. ഈ ഇടത് സൈഡിൽ 2018 സിനിമയ്ക്കകത്ത് ഷൂട്ടിങ് നടന്ന വീടാട്ടത്. അതിൻ്റെ മതിലാണ് കാണുന്നത്. നമ്മളിങ്ങനെ ബൈക്കിൽ പോകുന്നുണ്ട്, നേരിട്ട് കാണിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഇനി ഒരു 5-8 വളമുണ്ടോ അടുപ്പിച്ചടുപ്പിച്ച്. ഇവിടെ പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. എപ്പോഴാണ് വണ്ടി കയറി വരുന്നതെന്ന് പറയത്തില്ല. വണ്ടി കയറി വരുവാണെങ്കിൽ ബസ്സൊക്കെ ആണെങ്കിൽ റോഡ് നിറഞ്ഞാണ് വരുന്നത്. മതിയായ സ്പീഡിലായിരിക്കും വരുന്നത്. അടിമാലി ബസ്സൊക്കെ വരുന്നത്. നോക്കിപ്പോവും കണ്ടും പോയില്ലേ പാടാം. കുറേ വളവുണ്ട്. ഇനി അടുത്തെല്ലാം മുട്ടിന് വളവാക്കും. ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടാക്കും. ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ പെട്ടുപോകും. മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ പറയാൻ വേണ്ട കേട്ടോ. വണ്ടി വരുന്നുണ്ട്. കറക്റ്റ് റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ വരുന്നത്. അത്രയും വീതിയേ ഉള്ളൂ വഴിക്ക്. അതുകൊണ്ടാണ് ഈ റോഡൊക്കെ റബ്ബറൈസ്ഡ് ടാർ ചെയ്തിട്ട് വർഷങ്ങളായത് കേട്ടോ. പാച്ച് വർക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. പൊളിയാത്ത ഭാഗങ്ങളൊക്കെ നല്ല സെറ്റപ്പാട്ടോ വണ്ടി ഓടിക്കാൻ. നല്ല വളവും തിരിവൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി ഓടിച്ച് പോകാൻ നല്ല സുഖമൊക്കെയാണ്. പക്ഷേ എവിടെയാണ് കുഴി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പട്ടേന്ന് മുന്നിൽ കുഴി. ഈ അടുത്ത ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത്
കുത്തുകല്ലെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതാട്ടോ കുത്തുകല്ല്. ഇതാ കുത്തുകല്ല് ബസ് സ്റ്റോപ്പാണ്. ഈ കയറ്റം കയറി ഇവിടെ ഇനിയൊരു നല്ല ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങുന്നിടത്താണ് പുതിയൊരു പമ്പ് തുടങ്ങിയേക്കുന്നത്. ഇത് തുടങ്ങിയിട്ടിപ്പം ഒരു 4-5 ഒരു വർഷം ആയില്ല. നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഡീസൽ അടിക്കുന്നത് ഇവിടുന്ന്. അല്ലെങ്കിൽ നേരത്തെ തൊടുപുഴയ്ക്ക് പോയി ഡീസൽ പെട്രോളൊക്കെ അടിക്കണം, അല്ലെങ്കിൽ പൈങ്ങോട്ടൂർ പോകണമായിരുന്നു. ഇപ്പോൾ ഈ പമ്പ് വന്നതോടെ ഈ ഏരിയയിലുള്ളവർക്കെല്ലാം നല്ല സൗകര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എല്ലാം ഡീസലും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. ഇതൊരു പുതിയ ജംഗ്ഷൻ രൂപപ്പെട്ടോ. കുറച്ച് നാളായതേ ഉള്ളൂ ഇവിടെ കടകളൊക്കെ തുടങ്ങിയിട്ട്. ഇവിടുന്ന് റൈറ്റ് പോയ ഏഴൂർ അല്ലസർ മെഡിക്കൽ കോളേജ് വഴി തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടാണ്. ഈ അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പെരുമാണ്ടം എന്ന് പറഞ്ഞ ജംഗ്ഷൻ. ഇതിൻ്റെ ഇവിടെ ഈ കയറുന്നിടത്തെല്ലാം കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വണ്ടിയൊക്കെ ഇടാൻ സ്ഥലമുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെയൊക്കെ ഇപ്പോൾ ആളും പേരും ഒക്കെ ആയി. നേരത്തെ ഇവിടെ ഒരു കടയും കാര്യങ്ങളും ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ അവിടെ എല്ലാം സെറ്റപ്പായി. ഇതിപ്പം പെരുമാകണ്ടം ജംഗ്ഷനിലെത്തി കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്കാണ്. റൈറ്റ് നമ്മളങ്ങോട്ട് പോകുന്ന വഴിയാണ്, കല്ലൂർ ഈസ്റ്റ് കല്ലൂരൊക്കെ പോകുന്ന വഴി. റൈറ്റ് നേരെ പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് കല്ലൂർ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കല്ലൂരെന്ന് പറഞ്ഞ വാഴക്കുളം കല്ലൂർ അങ്ങോട്ടൊക്കെ പോകുന്ന വഴി ലെഫ്റ്റ്. ഇത് കഴിഞ്ഞ ദിവസം ടാർ ചെയ്ത് കേട്ടോ. ഓട്ടോ റോഡാണ് ഇത്. നല്ല പക്ക ടാറിങ് വഴിയാണ്. നല്ല അടിപൊളി റോഡാണ്. നല്ല നിരപ്പ് വഴിയാണ്. വളവും തിരിവൊന്നുമില്ല, ഒറ്റ വളവേ ഉള്ളൂ. ഈ വളവ് അങ്ങോട്ട് ഈ പാറ കഴിഞ്ഞ ദിവസം പൊട്ടിച്ച് മാറ്റിയതാണ്. ഇത് റോഡിന് നടുക്കോട്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് അവർ ഇവിടെ 1-2 അപകടമൊക്കെ നടന്ന പിന്നാണ് ഈ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിയത്. ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കിലോമീറ്ററോളം നിരപ്പ് വഴിയാട്ടോ നേരെ കിടക്കുക. വണ്ടി ഓടിച്ചാലും തീരത്തില്ലെന്ന് ഓർക്കും. പക്ഷേ പെട്ടെന്ന് തീരും കണ്ടോണം. നല്ല വീതിക്കൊക്കെ റോഡ് വളരെയെങ്കിലും. ഇവിടുന്ന് അടിമാലി പോകുന്ന മിക്ക വണ്ടി ഇതുവഴി വഴി തെറ്റിയൊക്കെ കയറി വരും. തൊടുപുഴയെന്ന് വരും. ഇവിടുന്ന് ഒന്ന് പാറാപ്പിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ റോഡ് തീരും. അങ്ങനെ ഇവിടെ നിൽക്കും. ഇവിടെ നാളും വണ്ടിയൊക്കെ ഇടിച്ചാൽ കേട്ടോ. ഇവിടെ ഒരു വഴി തീരുക. നമുക്ക് ലെഫ്റ്റിലേക്ക് ചെറിയ വഴിയുണ്ട്. ഇവിടെ ഒരു വഴി. എന്നിട്ട് ഇവിടുന്ന് ഈ വഴിക്ക് വരുമ്പോൾ പതുക്കെ വരണം കേട്ടോ.